ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ട്. ആയിക്കോട്ടെ. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. ഏട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഇതിന്റെ വീഡിയോയുടെ അവസാനം നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതിനാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. ഈ കളി കളിക്കുന്നത് അല്ലേ മോനെ, നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണ്. ഞാൻ ഇപ്പൊ വീഡിയോ അല്ലേ, ആ വീഡിയോയില് സംഭവം വേണമെന്നില്ല. ഇവൻ ഇവളിപ്പോ വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ത്? അവൻ പോയി അവളെ കളഞ്ഞിട്ട് പോയി. അവളെ വേണ്ട എന്ന് പറഞ്ഞ് നേരത്തെ മോള് പറഞ്ഞില്ലേ ഞങ്ങൾ ഈ കളി കളിക്കുന്ന കളി. ആ കളി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അളിയന് ആ സംഭവത്തിന്റെ ഇതൊക്കെ മാറി. എനിക്ക് പുള്ളിക്കാരന് മതിയായി. വെറും ഭയങ്കരനല്ല, ഭയങ്കരമാണ്. കാശൊക്കെ തീർന്നു. മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നത്. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ അവൻ നാട്ടിൽ പോയി വരുന്നതിന് മുമ്പ് അവൻ നാട് വിട്ടു. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയച്ഛനും അവനെ കേട്ടിട്ടില്ല. വീട്ടിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ചാടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ വീട്ടുകാരെന്ന് പറയുന്നവർ വെറും ഊളന്മാരാക്കി മാറ്റരുത്. രണ്ടിനെ പിടിച്ച് പടിക്ക് പുറത്താക്കി പട്ടി അയച്ചു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.